ഹായ് നമസ്കാരം കൂട്ടുകാരെ, വെൽമൗണ്ട് വാട്ടർ സൊല്യൂഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നിൽക്കണതേ മാളവന പള്ളിയുടെ അടുത്ത് തന്നെയാണ്. മാളവന പള്ളി എന്ന് പറയുമ്പോൾ നമ്മൾ പുതുനഗരി സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ ആണ് നമ്മുടെ ഈ ഒരു സൈറ്റ്. ഇന്നത്തെ വർക്ക് നമ്മുടെ വാട്ടർ പ്യൂരിഫയർ ഇൻസ്റ്റാളേഷൻ ആണ്. ലിബിൻ തോമസ് പടയാട്ടി ആളുടെ വീട്ടിലാണ് ഇന്നത്തെ വർക്ക്. അപ്പോൾ വാട്ടർ പ്യൂരിഫയർ എന്ന് പറയുമ്പോൾ RO വാട്ടർ പ്യൂരിഫയർ ആണ്. 10 ലിറ്ററിന്റെ ഒരു സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള aquatouchന്റെ വാട്ടർ പ്യൂരിഫയർ ആണ്. നമ്മൾ കുറച്ച് മുമ്പുള്ള വീഡിയോസിലൊക്കെ അത് ചെയ്തിട്ടുണ്ട്. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വർക്കിലേക്ക് തന്നെ നേരെ കടക്കാം. ഞാൻ കൂടുതൽ വലിച്ചു നീട്ടില്ല, കാരണം ഇതേപോലുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കുറച്ച് വീഡിയോസ് ഒക്കെ ബാക്കിലോട്ട് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു 3 സോഴ്സാണ് ഉള്ളത്. ഒന്ന് ഓപ്പൺ വെല്ലും, പിന്നെ കുഴൽ കിണറും, പിന്നെ നമ്മുടെ പഞ്ചായത്ത് പൈപ്പ് ലൈനും. അപ്പൊ മെയിൻ ആയിട്ട് ഇവര് ഉപയോഗിക്കുന്നത് പഞ്ചായത്ത് പൈപ്പ് ലൈനിൽ നിന്ന് വരുന്ന വെള്ളവും അതേപോലെ തന്നെ കുഴൽ കിണറുമാണ് ഉദ്ദേശിക്കുന്നത്. ഓപ്പൺ വെല്ലിലുള്ള പ്രശ്നത്തിന് ഓപ്പൺ വെല്ലില് നല്ല കിണറാണ്. കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ചൂടായി കഴിയുമ്പോൾ ഓപ്പൺ വെല്ലിൽ ഷോർട്ടേജ് വരും വെള്ളത്തിന്റെ. പിന്നെ നമ്മുടെ പഞ്ചായത്ത് ലൈനിൽ കൂടി വരുന്ന വെള്ളത്തിന് ഇപ്പോഴത്തെ അവസ്ഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെള്ളം കയറിയിട്ട് ഉപ്പിന്റെ അംശം കാണിക്കുന്നുണ്ട്. ഷട്ടറൊക്കെ ഡാമേജ് ആണ്. കിണക്കുന്നത് നമ്മളുടെ ബ്രിഡ്ജിന്റെ അവിടെ ഉള്ള ഷട്ടറൊക്കെ ഡാമേജ് ആയതിന്റെ പേരിൽ ഇപ്പോൾ ഒരു വെള്ളം കയറിയാണ് ചാലക്കുടിയാറിലേക്ക്. അപ്പൊ ഉപ്പുവെള്ളമാണ് ഇപ്പോൾ വരുന്നത്. പിന്നെ അത് മാത്രമല്ല, ഉപ്പുള്ള അതിന്റെ പേരിൽ പമ്പിങ്ങും കറക്റ്റായിട്ട് നടക്കുന്നില്ല. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഞാൻ തമ്പനയിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ബാക്ടീരിയ ഇല്ലാത്തതും ഉപ്പില്ലാത്തതുമായ ശുദ്ധജലം തന്നെയാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ മോട്ടറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സൈഡിൽ ഒന്ന് കാണിച്ചു തരാം. 3 സോഴ്സിന് എങ്ങനെയാണ് അവർ ക്ലബ് ചെയ്ത് ഉപയോഗിക്കാൻ പോകുന്നതെന്നും ഒക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും വീഡിയോ കാണാൻ ശ്രമിക്കുക. കുഞ്ഞു വീഡിയോ ആണ്. അതുപോലെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റില്ല, അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കില്ലേ. അപ്പൊ നേരെ ഞാൻ അകത്ത് കൊണ്ടേ കാണിച്ചു തരാം. അതിന് മുന്നേ ഞാൻ നമ്മുടെ ക്ലബ് ചെയ്ത് ഉപയോഗിക്കുന്ന ആ ഒരു ഏരിയയും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് നേരെ വർക്കിലേക്ക് കിടക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 3 സോഴ്സാണ് ഞാൻ പറഞ്ഞിരുന്നു. ഒന്ന് ഈ കാണുന്ന ബോർവെല്ല്, പിന്നെ ഈ വരുന്ന ലൈൻ, ഈ താഴത്തേക്ക് പോയിരിക്കുന്ന ലൈൻ നമ്മളുടെ പൈപ്പ് വെള്ളത്തിൻ്റെയാണ്. ഈ ടാങ്കിൽ വന്ന് സ്റ്റോർ ആയിട്ട് അവിടെ നിന്ന് പമ്പ് ചെയ്താണ് മേലേക്ക് കയറ്റുന്നത്. പിന്നെ ഈ ഗ്രീൻ ഹോസ് പോയിരിക്കുന്നത് ഓപ്പൺ വെല്ലിലേക്കുള്ള ഹോസാണ്. അപ്പോൾ ഓപ്പൺ വെല്ലിൽ നമുക്ക് കണക്ട് ചെയ്ത് ഈ പമ്പ് വഴി നമുക്ക് നേരെ പമ്പ് ചെയ്യാൻ പറ്റും. ഇതുവഴിയാണ് നേരെ മേലോട്ട് കയറുന്നത്. തൊട്ട് മേലെ തന്നെയാണ് നമ്മുടെ ഓരോ ടാങ്ക് ഇരിക്കുന്നത്. അപ്പം 3 സോഴ്സിനെയും കൂടി ക്ലബ് ചെയ്താണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. മെയിൻലി ഇവർ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പൈപ്പ് ലൈനാണ്. ഇതാണ് ഇവിടുത്തെ ഓപ്പൺ വെല്ല്. കാണിച്ചു തരാം. വെള്ളം നല്ല വെള്ളം തന്നെയാണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടായി കഴിയുമ്പോൾ ഷോർട്ടേജ് വരും വെള്ളത്തിന്. അപ്പൊ കൂട്ടുകാരെ, നമുക്ക് വെക്കേണ്ട സ്ഥലം ഇവിടെ ഉണ്ടോ? ഈ 10 ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള യൂണിറ്റ് ഇവിടെ ഉണ്ട്. അപ്പൊ ഇതിനെ നമുക്ക് ഇവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത്. പിന്നെ പ്രീ ഫിൽറ്ററുടെ 3 ഫിൽറ്ററുകൾ, ഒരു ക്ലോറിൻ റിമൂവറും ഒരു അയൺ റിമൂവർ, അതുപോലെ പ്രീ ഫിൽറ്റർ, സെഡിമെന്റ് ഫിൽറ്റർ, ഇത് 3 നമുക്ക് കൊടുക്കണ്ട. അപ്പൊ നമുക്ക് ഇവിടെ 2 പ്രീ ഫിൽറ്റർ, അതായത് 2 ഹൗസിംഗ് ഇവിടെ കൊടുത്തിട്ട് തന്നെ നേരെ നമുക്ക് ഡീക്ലോറേഷൻ ഫിൽറ്റർ ഫിറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള പ്ലാനിങ് ആണ്. അത് കഴിഞ്ഞിട്ട് നേരെ യൂണിറ്റിലേക്ക് കയറും. പവർ പോയിന്റ് ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. അതുപോലെ വാട്ടർ ലൈൻ ഇവിടെ എടുക്കണം. അപ്പോൾ വെട്ടം കുറച്ച് കുറവാണ് ഇതിനകത്ത്. അപ്പൊ ക്ലാരിറ്റി എത്രത്തോളം അറിയില്ല. അപ്പൊ എല്ലാവരും ഒന്ന് സഹായിക്കണം കേട്ടോ. അപ്പൊ നേരെ നമുക്ക് നമ്മൾ വർക്ക് തുടങ്ങാം. ബൈ. Lost in
അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടാ 10 ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള 6 വാട്ടർ പ്യൂരിഫയർ നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തു. aquatouchന്റെ ആണ്. ഞാൻ നേരത്തെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പഴയ വീഡിയോസ് ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ ഇതുപോലത്തെ യൂണിറ്റുകളൊക്കെ നമ്മൾ മുന്നേ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഒക്കെ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ പ്രീ ഫിൽറ്റർ ആയിട്ട് ഇവിടെ ഒരു സെഡിമെന്റ് ഫിൽറ്ററും അയൺ റിമൂവറും ക്ലോറിൻ റിമൂവറാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ അകത്ത് കസ്റ്റമൈസും ചെയ്തിട്ടുണ്ട്. ആൽക്കലൈൻ ഫിൽറ്റർ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ യൂണിറ്റ് വർക്കിംഗ് ആണ്. അതിന്റെ ക്വാളിറ്റി ഒക്കെ നമ്മൾ നോക്കിയായിരുന്നു. TDSും pH ഒക്കെ എക്സലന്റ് ആണ്. അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല, നോർമലായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ നീങ്ങാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടുക. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.